നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുഴുപ്പള്ളിയിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ കൂടി പോലീസ് പിടിയിലായി. ആലപ്പുഴ എഴുകുന്ന സ്വദേശികളായ അഗിൻ ഡാനിയൽ, മനു എന്നിവരാണ് പിടിയിലായത്. ഏഴിക്കരയിൽ പൊക്കാളി കൃഷിക്ക് തുടക്കമായി. പള്ളിയക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന വിത്തുവിതയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ നിർവഹിച്ചു. സാങ്കേതിക വിദ്യയിലൂന്നി കേരള ബാസ്കറ്റ്ബോളിനെ നവീകരിക്കുവാനൊരുങ്ങി സ്റ്റാർട്ടിംഗ് 5 സ്പോർട്സ്. സ്റ്റാർട്ടിംഗ് 5ന്റെ ലോഗോ പ്രകാശനം സിന്തറ്റിക് ഗ്രൂപ്പ് ചെയർമാൻ വിജു ജേക്കബ് നിർവഹിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കുഴുപ്പള്ളിയിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ കൂടി പോലീസ് പിടിയിലായി. ആലപ്പുഴ എഴുകുന്ന സ്വദേശികളായ അഗിൻ ഡാനിയൽ, മനു എന്നിവരാണ് പിടിയിലായത്. കുഴുപ്പള്ളിയിൽ വനിതാ ഓട്ടോ ഡ്രൈവറായ ജയയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് 2 പ്രതികളെ കൂടി ഞാറക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആലപ്പുഴ എഴുകുന്ന സ്വദേശി അഗിൻ ഡാനിയൽ, ആലപ്പുഴ എരമല്ലൂർ സ്വദേശി മനു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ മുംബൈ ഭാഗത്തു നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രിയങ്കയുടെ അയൽവാസിയും ബന്ധുവുമാണ് ഓട്ടോ ഡ്രൈവർ ജയ. പ്രിയങ്കയും ഭർത്താവ് സജീഷും ഗൂഢാലോചന നടത്തി ഓട്ടോ ഡ്രൈവറെ വകവരുത്തുവാൻ തീരുമാനിക്കുകയും 1 ലക്ഷം രൂപയ്ക്ക് പ്രതികൾക്ക് കൊട്ടേഷൻ നൽകുകയുമായിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം മുനമ്പം ഡെപ്യൂട്ടി പോലീസ് സബീഷ് NSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷണം നടത്തിവരുന്നത്. അന്വേഷണ സംഘത്തിന്റെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമാണ് പ്രതികളെ ഇത്രയും വേഗം പിടികൂടാൻ സാധിക്കാനായതെന്ന് ഡിവൈഎസ്പി NS സബീഷ് പറഞ്ഞു. ജയ ഇവിടെ ആക്രമിക്കപ്പെട്ടത് ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലുണ്ടായ സംഭവം എല്ലാവർക്കും അറിയാലോ. അത് വളരെ ബ്രൂട്ടലായിരുന്നു. പ്രതികളെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. പിന്നീട് പോലീസ് അത് വളരെ സമർത്ഥമായി അന്വേഷിച്ചതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ശ്രീ ഡോക്ടർ വൈഭവ് സക്സേന IPS അദ്ദേഹം നേതൃത്വം നൽകിയ ഒരു സ്ക്വാഡ് ഫോം ചെയ്യുകയും ആ സ്ക്വാഡിൻ്റെ ഭാഗമായി സുനിൽ തോമസ് അടക്കമുള്ള CI സുനിൽ തോമസ്, അതുപോലെ തന്നെ ബിജു, ശരത് ബാബു, സാഹിർ, സരാബ് അങ്ങനെയുള്ളൊരു ടീമുണ്ടാക്കുകയും ആ ടീമിൻ്റെ നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായി ഇതിനൊരു തുമ്പുണ്ടാക്കുകയും പിന്നീട് ഇതിൽ പങ്കെടുത്ത 2 പ്രതികളെ മുംബൈയിൽ നിന്ന് നമ്മൾ കസ്റ്റഡിയിലെടുക്കുകയും അദ്ദേഹത്തിനെ കൊണ്ട് അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏഴിക്കരയിൽ പൊക്കാളി കൃഷിക്ക് തുടക്കമായി. പള്ളിയാക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന വിത്ത് വിതയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ നിർവഹിച്ചു. ജില്ലയിൽ പൊക്കാളി ഏറ്റവും അധികം വിളയുന്ന ഏഴിക്കരയിൽ പള്ളിയാക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഇക്കുറി 120 ഹെക്ടറിലാണ് കൃഷി ഇറക്കുന്നത്. പൂർണ്ണമായും ജൈവരീതിയിൽ വിളയുന്ന പൊക്കാളി അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടതോടെ ഓരോ വർഷവും കൃഷിയിറക്കുന്ന കർഷകരുടെ എണ്ണം ഏറി വരികയാണ്. പള്ളിയാക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച SHG ഗ്രൂപ്പിൽ 120 കർഷകരാണ് അംഗങ്ങളായിട്ടുള്ളത്. ഇവർക്ക് പലിശരഹിത വായ്പയും നിലമൊരുക്കൽ മുതലായ കൃഷിജോലികൾക്ക് തൊഴിലാളികളുടെ സേവനവും ബാങ്ക് ഉറപ്പു നൽകുന്നു. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കിലോയ്ക്ക് 52 രൂപ എന്ന നിലയ്ക്ക് ബാങ്ക് ശേഖരിക്കുന്നതും കർഷകർക്ക് ആശ്വാസമാണ്. ബാങ്കിന്റെ പൊക്കാളി റൈസ് മില്ലിൽ നെല്ലുകുത്തി അരിയാക്കി കൈതകം എന്ന ബ്രാൻഡിൽ വിപണിയിലും ലഭ്യമാണ് ഏഴിക്കരയിലെ പൊക്കാളി അരി. മുൻ ബാങ്ക് പ്രസിഡന്റ് എലിയാസിന്റെ കൃഷിയിടത്തിലാണ് വിത്ത് വിതയുടെ ഉദ്ഘാടനം നടന്നത്. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ വിത്ത് വിതച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് AC ഷാൻ അധ്യക്ഷത വഹിച്ചു. ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MS രതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AK മുരളീധരൻ, ഏഴിക്കര പഞ്ചായത്ത് അംഗം PK ശിവാനന്ദൻ, ഏഴിക്കര കൃഷി ഓഫീസർ സജീറ, ബാങ്ക് ബോർഡ് മെമ്പർമാരായ MP വിജയൻ, MV വർഗീസ്, KA പ്രതാപൻ, നൌഫിദ നിസാം, LS ശുഭ, AC രേണുക, ലസിത മുരളി, PS ഷിനോജ് കുമാർ, SHC കൺവീനർ MD മത്തായി എന്നിവർ പങ്കെടുത്തു. പള്ളിയാക്കൽ ബാങ്കിൻ്റെ SHG ഗ്രൂപ്പിലെ കർഷകരുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ പൊക്കാളി കൃഷിക്ക് വിത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ബാങ്കിൻ്റെ കീഴിൽ ഏതാണ്ട് 120ഓളം വരുന്ന പൊക്കാളി കൃഷി ചെയ്യുന്ന കർഷകരാണ് ഇപ്പോൾ നിലവിലുള്ളത്. അവരുടെ
പാടങ്ങളിൽ വിത്ത് വിതക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യവും അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പലിശരഹിത വായ്പയും മറ്റു കൃഷിപ്പണികൾക്ക് തൊഴിലാളികളുടെ സേവനം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പള്ളിയാക്കൽ ബാങ്ക് കഴിഞ്ഞ 22 വർഷക്കാലമായിട്ട് ഈ രംഗത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഏതാണ്ട് 120ഓളം വരുന്ന ഹെക്ടറിൽ ഇത്തവണ നമ്മൾ കൃഷി ഇറക്കുകയാണ്. വിത്തിൻ്റെ അഭാവം ആദ്യഘട്ടത്തിലുണ്ടായെങ്കിലും വൈറ്റിൽ RRSൻ്റെയും അതുപോലെ തന്നെ മറ്റ് കർഷകരുടെയും കൂടി സഹായത്തോടു കൂടി ഏഴിക്കര കൃഷിഭവൻ്റെയും ഏഴിക്കര പഞ്ചായത്തിൻ്റെയും ഒക്കെ സഹകരണത്തോടു കൂടിയാണ് ഇത്തവണ നമ്മൾ ഈ പ്രദേശത്ത് കൃഷി ഇറക്കുന്നത്. മാത്രമല്ല, ഈ കർഷകർ കൃഷി ചെയ്യുന്ന നെല്ല് ഉയർന്ന വില കൊടുത്തുകൊണ്ട് ഏതാണ്ട് 52ഓളം രൂപ കൊടുത്തുകൊണ്ടാണ് ബാങ്ക് സംഭരിച്ച് ബാങ്കിൻ്റെ തന്നെ നൂതനമായിട്ടുള്ള പൊക്കാളി റൈസ് മില്ലിൽ കുത്തി അരിയാക്കി കൈതകം എന്ന പേരിൽ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ പ്രോത്സാഹനവും വലിയ സേവനവുമായിട്ടാണ് ബാങ്ക് ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പൊക്കാളി കൃഷി രംഗത്ത് അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾ ഇത്തവണയും നമുക്ക് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും നെല്ലിക്കോഴിയുടെ ഒരു വിഷയമുണ്ട്. പൂർണ്ണമായിട്ടും കാലാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കൃഷി എന്നുള്ള നിലക്ക് മഴയുടെ അഭാവമടക്കം ഇത്തവണയും ചിലപ്പോൾ നമുക്ക് കൃഷിയെ ബാധിച്ചേക്കാം. അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ബാങ്ക് കർഷകരുടെ ഒപ്പം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സേവനങ്ങളും അതുപോലെ തന്നെ മുഴുവൻ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് ബാധ്യസ്ഥത ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തവണ ബാങ്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാങ്കേതിക വിദ്യയിലൂന്നി കേരള ബാസ്കറ്റ്ബോളിനെ നവീകരിക്കുവാൻ ഒരുങ്ങി സ്റ്റാർട്ടിംഗ് 5 സ്പോർട്സ്. സ്റ്റാർട്ടിംഗ് 5ന്റെ ലോഗോ പ്രകാശനം സിന്തറ്റിക് ഗ്രൂപ്പ് ചെയർമാൻ വിജു ജേക്കബ് നിർവഹിച്ചു. നിർമ്മിത ബുദ്ധിയടക്കമുള്ള നവീനമായ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ബാസ്കറ്റ്ബോളിനെ നവീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സ്റ്റാർട്ടിംഗ് 5 സ്പോർട്സ്. കേരളത്തിൽ ബാസ്കറ്റ്ബോളിന് വ്യാപകമായി പ്രചരണവും അടിസ്ഥാന സൗകര്യ വികസനവും ലക്ഷ്യമിട്ട് സ്കൂൾ തലം മുതൽ പരിശീലന പദ്ധതികൾ നടപ്പിലാക്കിയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷനും സ്റ്റാർട്ടിംഗ് 5 സ്പോർട്സ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിലുള്ള 12 വർഷത്തെ സഹകരണത്തിന് ധാരണയായി. മീരാൻ സ്പോർട്സുമായി സഹകരിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. സ്റ്റാർട്ടിംഗ് 5ന്റെ ലോഗോ പ്രകാശനം കൊച്ചിയിൽ വില്ലിംഗ്ടൺ ഐലൻഡിലെ കാസിനോ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ വെച്ച് സിന്തറ്റിക് ഗ്രൂപ്പ് ചെയർമാൻ വിജു ജേക്കബ് നിർവഹിച്ചു. Yes, please press the button, please, sir. Yes, ladies and gentlemen, here we officially launch the S5 logo. Thank you so much, sir. സ്റ്റാർട്ടിംഗ് 5ന്റെ വെബ്സൈറ്റ് പ്രകാശനം ചലച്ചിത്ര സംവിധായകൻ സിബി മലയിൽ നിർവഹിച്ചു. സ്റ്റാർട്ടിംഗ് 5 ഡയറക്ടർ ജേക്കബ് പുരയ്ക്കൽ, ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഇന്ത്യയുടെ പ്രസിഡന്റ് അധവ് അർജുൻ, സ്റ്റാർട്ടിംഗ് 5 പ്രൊമോട്ടർ ജോസഫ് സി ജോസഫ്, മുത്തൂറ്റ് ഫിൻകോർപ്പ് ഡയറക്ടർ തോമസ് ജോർജ് മുത്തൂറ്റ്, ഗ്രൂപ്പ് മീരാൻ ചെയർമാൻ നവാസ് മീരാൻ, മീരാൻ സ്പോർട്സ് മാനേജിംഗ് ഡയറക്ടർ ഫിറോസ് മീരാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. The Kerala Basketball Association, one of the old association in Basketball Federation of India, very active, not only the women's sector, even men and women, they are prominently in the recent years, particularly women, they are in the national winners, senior level and the junior level and other age category also. I wish my sports management private limited company to join Kerala Basketball Association to MOU. It is a great initiatives for the state association, because I always tell general body meeting everyone, we should not depend the government industry. സ്പോർട്സ് എക്കോണമിയിൽ ഒരു വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന കാലം സ്പോർട്സ് ഒരു പ്രൊഫഷനായിട്ട് കുട്ടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ഈ യാത്രയിൽ ബാസ്കറ്റ്ബോളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഡെവലപ്മെന്റ്സും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ട്രെയിനിങ്ങും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കോമ്പറ്റീഷൻസും നമുക്ക് ഈ അസോസിയേഷന്റെ ഭാഗമായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. മനക്കപ്പടി TK ലാലു മെമ്മോറിയൽ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എഴുപുന്ന ഗോപിനാഥ് അനുസ്മരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു ഉദ്ഘാടനം ചെയ്തു. മനക്കപ്പടി TK ലാലു മെമ്മോറിയൽ വായനശാലയുടെ ആഭിമുഖ്യത്തിലാണ് പറവൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റും മജീഷ്യനുമായ എഴുപുന്ന ഗോപിനാഥിന്റെ അനുസ്മരണവും കുടുംബത്തെ ആദരിക്കലും സംഘടിപ്പിച്ചത്.
കരിമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AK ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി MR സുരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണവും ആദരിക്കലും നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് മെനേച്ചേരി, ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി PK രമാദേവി, ജയൻ മാലിൻ, കുസും ലാൽ, KC ജയമോഹനൻ, AV പ്രദീപ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുഴപ്പള്ളിയിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ കൂടി പോലീസ് പിടിയിലായി. ആലപ്പുഴ എഴുകുന്ന സ്വദേശികളായ അഗിൻ ഡാനിയൽ, മനു എന്നിവരാണ് പിടിയിലായത്. ഏഴിക്കരയിൽ പൊക്കാളി കൃഷിക്ക് തുടക്കമായി. പള്ളിയാക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന വിത്തുവിതയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ നിർവഹിച്ചു. സാങ്കേതിക വിദ്യയിലൂന്നി കേരള ബാസ്കറ്റ്ബോളിനെ നവീകരിക്കുവാനൊരുങ്ങി സ്റ്റാർട്ടിംഗ് 5 സ്പോർട്സ്. സ്റ്റാർട്ടിംഗ് 5ന്റെ ലോഗോ പ്രകാശനം സിന്തറ്റിക് ഗ്രൂപ്പ് ചെയർമാൻ വിജു ജേക്കബ് നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം ടെലിവിഷനിൽ. നമസ്കാരം.